മലയോര ഹൈവേ നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നത് മൂലം അലനല്ലൂർ മുതൽ കാഞ്ഞിരംപാറ വരെയുള്ള യാത്ര അതീവ ദുഷ്കരം. മണ്ണാർക്കാട് നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള പ്രധാന പാതയായതിനാൽ നിരവധി ആംബുലൻസുകൾ പോകുന്ന വഴി കൂടിയാണിത്. അത്യാവശ്യമായി മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ ഇരട്ടി സമയമെടുക്കുന്നതായി ആംബുലൻസ് ഡ്രൈവർ ചൂണ്ടിക്കാണിക്കുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് CITU ആവശ്യപ്പെട്ടു. അലനല്ലൂർ മുതൽ കാഞ്ഞിരംപാറ വരെയുള്ള 8 കിലോമീറ്റർ ദൂരത്തെ യാത്രയാണിപ്പോൾ അതീവ ദുഷ്കരമായത്. ടാറിംഗ് പ്രവൃത്തികളുടെ ഭാഗമായി പലയിടങ്ങളിലും നിലവിലെ പാത പൊളിച്ച് ആദ്യഘട്ട ടാറിങ്ങിനായി നിലം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെയെല്ലാം വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പാത നവീകരണം എന്ന കാരണം പറഞ്ഞ് പഴയ പാതയിൽ രൂപപ്പെട്ട കുഴികളും ഇപ്പോൾ അടയ്ക്കുന്നില്ല. മണ്ണാർക്കാട് ഭാഗത്തു നിന്നുൾപ്പെടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാന പാതയായതിനാൽ ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ ഈ വഴിയെയാണ് യാത്ര ചെയ്യുന്നത്. സാധാരണ സമയത്തേക്കാൾ ഇരട്ടി സമയമെടുത്താണ് ആംബുലൻസ് പോലും ആശുപത്രിയിലെത്തുന്നതെന്ന് ആംബുലൻസ് ഡ്രൈവറും CITU മണ്ണാർക്കാട് ഡിവിഷൻ സെക്രട്ടറിയുമായ അക്ബർ മുട്ടിക്കൽ പറയുന്നു. നമ്മൾ ഇവിടുന്ന് ഒരു ആശുപത്രി കേസ് പോവുകയാണെങ്കിൽ മണ്ണാർക്കാട് കൊമ്പരമ്പത്തൂർ നമ്മുടെ മദർ കെയർ ഹോസ്പിറ്റലാണ് നിലവിൽ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ഒരു ആംബുലൻസ് 3/4 മണിക്കൂർ എടുത്തിട്ടാണ് ഇപ്പോൾ നിലവിൽ മദർ കെയറിലെത്തുന്നത്. ഇവിടുന്ന് അതേപോലെ മഞ്ചേരിയിലേക്ക് പോകുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജ്, അടുത്തുള്ള മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജാണ്. ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. ഈ ഒരു ശോചനീയാവസ്ഥ, ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് തീർത്ത് തരണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. CITU ഓട്ടോ ടാക്സി യൂണിയൻ ആവശ്യപ്പെടുകയാണ്. അടുത്തുള്ള ക്ലിനിക്കുകളിലേക്ക് പോലും രോഗികളെ കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്ന് ഓട്ടോ ഡ്രൈവർ V. റഫീഖ് പറഞ്ഞു. രോഗികളൊക്കെ അതുപോലെ എൻ്റെ വണ്ടിയിൽ പ്രത്യേകിച്ച് പ്രസവ കേസുകളൊക്കെ ചിലപ്പോൾ കയറലുണ്ട്. വയറ്റിലുണ്ടായിരിക്കും. കാരണം അങ്ങനത്തെ വണ്ടിയാവുകൊണ്ട് ഇതിൽ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്പീഡിലൊന്നും പെട്ടെന്ന് പോകാൻ കഴിയില്ല. അപ്പോൾ അവർക്കാണെങ്കിലോ പെട്ടെന്ന് എത്തും വേണം. അങ്ങനെയൊക്കെ നല്ല ഇടങ്ങാറിലാണ്. ഇതുവഴിയുള്ള യാത്ര കാരണം വാഹനങ്ങൾ എന്നും കേടുവരികയാണെന്നും മാത്രമല്ല എണ്ണച്ചെലവും അധികമാണെന്ന് ഓട്ടോ ഡ്രൈവറും CITU അലനല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗവുമായ TK നാസർ പറഞ്ഞു. ഈ വണ്ടിക്ക് പല കേടുപാടും വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ശരിയാക്കി തരിക. കാരണം രോഗികളായിട്ട് പോകാൻ കൊള്ളല്ല, സാധാരണക്കാരായിട്ട് പോകാൻ കൊള്ളല്ല. റോഡ് അത്രയും മോശമാണ്. പാഠസ്ഥാനത്തിന് ദിവസം നടുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തത് എണ്ണ, അതിനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരങ്ങൾ കണ്ടേ പറ്റൂ. കയറുന്ന ജനങ്ങൾക്കും പ്രശ്നമാണ്, ഓട്ടുന്ന ഞങ്ങൾക്കും പ്രശ്നമാണ്. ദിവസം വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരികയാണ്. പാഠസ്ഥാനം CITU തൊഴിലാളിയാണ്, ഓട്ടോ തൊഴിലാളിയാണ് ഞാൻ. 1 വർഷത്തോളമായി ഈ ദുരിതം തുടങ്ങിയിട്ട് താൽക്കാലികമായി കുഴികൾ അടയ്ക്കാൻ പോലും നിർമ്മാണ കമ്പനി തയ്യാറായിട്ടില്ല. അലനല്ലൂർ മുതൽ കാഞ്ഞിരംപാറ വരെയുള്ള ഭാഗത്ത് നിലവിൽ അഴുക്കുചാലിന്റെ നിർമ്മാണം മാത്രമാണ് നടക്കുന്നത്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.